നിന്നു. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പ്രകൃതി മരവിച്ചു പോയത് എങ്ങനെയാണ്? അനുഗ്രഹമാകേണ്ട വെള്ളം എങ്ങനെയാണ് ശാപമായത്? അനുഗ്രഹമായ സൂര്യന്റെ കടാക്ഷം, സൂര്യന്റെ താപങ്ങൾ എങ്ങനെയാണ് ശാപമായത്? മനുഷ്യന്റെ ശ്വസിക്കുവാനുള്ള പ്രാണവായു എങ്ങനെയാണ് കൊടുങ്കാറ്റിന്റെ രൗദ്രഭാവം പൂണ്ട ഭീമാകാരമായ ഹിംസ്ര താണ്ഡവം മുഴക്കുന്ന മഹാമാരിയെ പോലെ കടന്നു വന്നത്? പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ പ്രകൃതിയുടെ ശാപമാവുകയാണ്. ഇതാരുണ്ടാക്കി ഈ സിസ്റ്റം? ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് മഴ അനുഗ്രഹം, ഒരു കാലത്ത് വെയിൽ അനുഗ്രഹം, ഒരു കാലത്ത് കാറ്റ് അനുഗ്രഹം, ഒരു കാലത്ത് പ്രകൃതിയുടെ കടലിന്റെ തരമാലകൾ പോലും അനുഗ്രഹം. ആ തരമാലകളിലൂടെയാണ് മത്സ്യസമ്പത്ത് കടന്നു വന്നത്. ആ മത്സ്യസമ്പത്തിലൂടെയാണ് കേരളം അഭിവൃദ്ധിയിലേക്ക് കടന്നുപോയത്. ഇന്ന് കടലമ്മയുടെ കരിവ് തേടിയിട്ട് ഒട്ടുംപുറത്തിന്റെ, ഉണ്ണിയാലിന്റെ, താനൂരിന്റെ, ചീരാങ്കടപ്പുറത്തിന്റെ, ഒസാങ്കടപ്പുറത്തിന്റെ, അഞ്ചുടിയുടെ, അതുപോലെ തന്നെ പറവണ്ണയുടെ, കൂട്ടാളിയുടെ, ബേപ്പൂരിന്റെ തീരപ്രദേശങ്ങളിൽ വറുതിയുടെ നിലവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണൊരു സമാധാനം? എവിടെയാണ് മനുഷ്യന് ശാന്തി? അല്ലാഹുവിനെ മറന്നുകൊണ്ട് മനുഷ്യൻ ഓരോ ഭാഗത്ത് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പ്രയാണങ്ങളുടെ പുനരന്വേഷണത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ മറുവശങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുതിയ ലോകത്ത് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥങ്ങൾ. മനുഷ്യ, ഇത് പുതിയ തിരിച്ചറിവിന്റെ അധ്യായം പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവിഷ്കാരങ്ങളാണ്. റമദാൻ കടന്നു വരുമ്പോൾ റമദാനിന്റെ മുന്നോടിയായിട്ട് തന്നെ ഒരുക്കം. മദീന മുനവ്വറയുടെ മരുപ്പറമ്പ് ശാന്തമായി. ഇസ്രിബിൽ നിന്ന്, ശാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് എത്ര ആളുകളാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ലോകത്തിന്റെ പരിശുദ്ധ മുത്ത് മദീനയുടെ പള്ളിയുടെ മിഹ്റാബിലേക്ക് ഇമാമായി കടന്നു പോകുമ്പോൾ ലോകനായകന്റെ പിന്നിൽ നിന്നൊന്ന് മൗനമായിട്ട് നിസ്കരിക്കാൻ, അവിടുത്തെ തറാവീഹിന് പങ്കുകൊള്ളാൻ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങളിൽ പരിശുദ്ധ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ദുആ ചെയ്യുമ്പോൾ ആ പരിപക്വമായിരിക്കുന്ന ദുആഇന് ആമീൻ പറയുന്ന 10,000ങ്ങളിൽ ഒരു കന്യാവാൻ മദീന മുനവ്വറയുടെ പറമ്പാകത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഒട്ടക സംഘത്തിൽ കാഫിലയായി പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക വ ഇന്നി ഉഹർരിമു മാ ബൈന ലാബതൈഹാ. പരിശുദ്ധ പ്രവാചകനായ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ ഹറമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ ഇന്നി ഉഹർരിമു മാ ബൈന ലാബതൈഹാ. അതുകൊണ്ട് ഞാനിതാ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുകയാണ്. ലാ യുഖതഉ ശജറുഹാ. ഇനി മുതൽ മദീനയിലെ മരം മുറിക്കാൻ പാടില്ല. വലാ യുഹദതു ഫിഹാ ഹദത്. ഈ മദീനയിൽ ഒരു പുത്തൻ വാദങ്ങൾക്കും ഇനി അവസരമില്ല. ഇതൊരു പ്രഖ്യാപനമാണ്. മദീന ലോകത്തെ ചാക്രിക വലയമാവുകയാണ്. ലോകത്തിന്റെ ചക്രവാള സീമയിലെ ശ്രദ്ധാകേന്ദ്രമായി മദീന മാറുകയാണ്. ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ സിരാമണ്ഡലം പോലെ മദീന. മേരി ആർസു മുഹമ്മദ്, മേരി ദുസ്തുജു മദീന, മേരി ആർസു മുഹമ്മദ്. എന്റെ അന്വേഷണം, എന്റെ അഭിലാഷം, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മേരി ദുസ്തുജു മദീന. എന്റെ അന്വേഷണം മദീന, എന്റെ അഭിലാഷം മദീന, എന്റെ കൈവല്യം മദീന, എന്റെ ഹൃദയത്തിന്റെ സ്വപ്നമേ മദീന, എന്റെ ഹൃദയത്തിന്റെ തീർത്ഥാടനമേ മദീന. ആ മദീനയിൽ നിന്നാണ് ഈമാൻ കടന്നു വന്നത്. ആ മദീനയിലേക്ക് തന്നെ ഈമാൻ തിരിച്ചു പോകുന്നതാണ്. ഇന്നൽ ഈമാന ലയഇൻസു ഇലൽ മദീന. ഈമാൻ മദീനയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. കമാ തഇൻസുൽ ഹയ്യതു ഇലാ ജബരിഹാ. സർപ്പം അതിന്റെ മാളത്തിലേക്ക് ചേക്കേറും പോലെ അന്ത്യകാലം കടന്നു വരുമ്പോൾ, അവസാന നാട് കടന്നു വരുമ്പോൾ വിശ്വാസം ലോകത്തിന്റെ നഭോമണ്ഡലങ്ങളിലേക്ക് പ്രസരണം ചെയ്യപ്പെട്ട വിശ്വാസത്തിന്റെ പ്രകാശരേണുക്കൾ അതിന്റെ ശിരാമണ്ഡലമായിരിക്കുന്ന മദീനയുടെ മണ്ണിലേക്ക് തിരിച്ചു പോകും എന്ന് ലോകത്തിന്റെ റൂഹി പിതാ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ പള്ളി നിറയാൻ റമദാനിന്റെ ആദ്യത്തെ പ്രാരംഭ ദശയിൽ 2-3 ദിവസം മദീന ജനസാഗരമായി. മദീനയിലെ ദൃക്സാക്ഷികൾ പറയുകയാണ്, അവിടുത്തെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയുടെ നോമ്പിന്റെ പ്രഥമതാരാത്രി
അവിടത്തെ ഇഫ്താർ കഴിഞ്ഞു. മദീനയുടെ പള്ളിയുടെ സ്വപ്പ് മരുപ്പറമ്പിലേക്ക് ഒഴുകിപ്പോയി. മദീന മുനവ്വറ പള്ളിയുടെ സ്വപ്പുകൾ മരുപ്പറമ്പിലേക്ക് ഒഴുകിപ്പോയത് സ്വഹാബത്തിന് വല്ലാത്ത ആശങ്ക ഇടയാക്കി. എന്താണ് നമ്മുടെ പള്ളി നിറയാൻ കാരണം? എന്താണ് മദീനത്തെ പള്ളിയുടെ സ്വപ്പുകൾ മരുപ്പറമ്പിലേക്ക് സാഗരത്തിന്റെ അലമാരകൾ പോലെ പ്രസരണം ചെയ്യാൻ കാരണം? ലോകത്തിന്റെ ഹബീബിന്റെ പിന്നിൽ ഒന്ന് മഹ്മൂമായി തുടരാൻ, അവിടത്തെ തറാവീഹിനെ ധന്യമാക്കാൻ, മദീനയുടെ പരിശുദ്ധ പ്രവാചകന്റെ കണ്ടനാളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പ്രാർത്ഥനയുടെ സ്വരരാഗ സുതക്ക് ആമീനിന്റെ വീണമിട്ടാൻ അവർ കടന്നു വന്നതാണ്. 4ാമത്തെ ദിവസം ലോകത്തിന്റെ നേതാവിനെ കാണുന്നില്ല. മദീനയിലെ പള്ളിയുടെ മിഹ്റാബിൽ ഇമാമായി നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരി പുണ്യപ്രവാചകന് നിഴലില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലെന്ന് ലോകത്തിന്റെ ചരിത്രത്തിന്റെ ആഖ്യായികൾക്ക് അടിവര കുറിക്കുന്ന ചരിത്രകാരൻ ഒരു ഉദ്ധരണി പോലെ പ്രഖ്യാപനം നടത്തിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പർവാന കോ ചറാഹ് ഹേ बुई बुई कपूर बस सिद्दीक के लिए है खुदा के रसूल बस യാമ്പാറ്റക്ക് വെളിച്ചം പോലെ ബുയി ബുയി പക്ഷിക്ക് തേന് പോലെ പരിശുദ്ധ സിദ്ദീഖിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെയാണ്. പക്വമതി പോലെ സിദ്ദീഖ്, എന്നാൽ ഉഗ്രരൂപം പോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് മൂർത്തികളാണ് മദീനയുടെ കാവലാളുമാര്. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിലും അവിടുത്തെ അഭാവത്തിലും യുവത്വത്തിന്റെ പ്രസരിപ്പ് പോലെ രണ്ട് തുടിപ്പുകൾ. അത് മദീനയുടെ ശക്തിയാണ്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലോകത്തിന്റെ നേതാവ് ശയ്യപോയി അന്ത്യനിദ്രക്ക് വേണ്ടി കടന്നുപോയി. ആയിഷ ബീവിയുടെ കട്ടിലിൽ അവസാന ശ്വാസം വലിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുമ്പോൾ അത് വിശ്വസിക്കാൻ സാധ്യമല്ലാതെ കടന്നു വന്നു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തന്റെ ചുരുട്ടിപ്പിടിച്ച വാള് നിവർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞുപോയി, എന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു എന്ന്. ആര് പറഞ്ഞാലും ശരി, അവന്റെ കണ്ടനാളങ്ങളിൽ രക്തത്തിന്റെ രക്തക്കളമാകും, രക്തപങ്കിലമാകും, അവിടെ രക്തം ധാരധാരയായി ഒഴുകും. അതുകൊണ്ട് പറയാൻ പാടില്ല. അവിടെ ശാന്തമാക്കാൻ വേണ്ടി മറ്റൊരു രൂപം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞെട്ടറ്റ് കിടക്കുന്ന ഭൗതിക ശരീരം മയ്യത്ത് കാണിക്കാൻ ഉഗ്രരൂപം പോലെ കടന്നു വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ കട്ടിലിന്റെ മുകളിൽ ഞെട്ടറ്റ് കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് പരിശുദ്ധ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. അത് ചരിത്രത്തിന്റെ ആഖ്യായികകളിൽ ഉദ്ധരണം കുറിക്കപ്പെട്ട പ്രസംഗം പോലെ, ബി അബീ അൻത വ ഉമ്മീ, എന്റെ ഉമ്മ അങ്ങേക്ക് ദാനമാണ് നബിയേ, എന്റെ ഉപ്പ അങ്ങേക്ക് ദാനമാണ് നബിയേ. തിബ്ത ഹയ്യാ വ തിബ്ത മൈതാ. പരിശുദ്ധ റസൂലേ, അവിടത്തെ ജീവിതം ഭംഗി, അവിടത്തെ മരണം ഭംഗി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ണു പിടിച്ചു നോക്കി. സിദ്ദീഖ്, എന്താണെന്ന് പറയുന്നത്? എന്ത് മൗഢ്യമാണെന്ന് വിളിച്ചു പോകുന്നത്? എന്ത് വിഡ്ഢിത്തമാണെന്ന് പുലമ്പുന്നത്? അള്ളാന്റെ റസൂലിനോടങ്ങ് മരണം ഭംഗി എന്ന് പറയാൻ പുണ്യ റസൂല് മരിച്ചിട്ടില്ലല്ലോ. സിദ്ദീഖ് വീണ്ടും പറഞ്ഞു പോയി, തിബ്ത ഹയ്യാ വ തിബ്ത മൈതാ. പരിശുദ്ധ റസൂലേ, അവിടത്തെ ജീവിതം ഭംഗി റസൂലേ, അവിടത്തെ മരണവും ഭംഗി റസൂലേ. പിന്നെയും പറഞ്ഞു, അൻഖത അലി മൗതി, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മരണത്തോടുകൂടെ മുറിഞ്ഞുപോയി നബിയേ. മാലം യൻഖതി ബി മൗതി അഹദിൻ മിനൽ അംബിയാഇ മിനൻ നുബുവ്വ. ലോക ചരിത്രത്തിൽ 1,24,000 പരം പ്രവാചകന്മാര് കടന്നു വന്നിട്ട് അവരുടെ ആരുടെയും മരണത്തോടുകൂടെ മുറിഞ്ഞു പോവാത്ത ഒരു പ്രതിഭാസം അങ്ങയുടെ മരണത്തോടുകൂടെ മുറിഞ്ഞുപോയി റസൂലേ. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ആശങ്കയോടുകൂടെ കണ്ണുമിടിച്ചു നോക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, മദീനയിൽ ഈ രണ്ട് വ്യത്യസ്തമായ ആംഗിളിൽ ജീവിക്കുന്ന സ്വഭാവത്തിന്റെ പ്രതിരൂപങ്ങളായ മൂർത്തികളെ പോറ്റാൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. ഉമാർ ബവാനൂരിയ വാളോടെ വനസമാക്രമിപ്പാൻ നടകൊള്ളു സത്തരം
ക്ഷമായുധം കൊണ്ടരിശത്ത വരികയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ കരൾ കകമ്മേവിന ശാന്തി ലക്ഷ്മിതൻ കരത്ത കേളി മുഖരം തദാനനം വിരിഞ്ഞതിങ്കലിൽ ശിവനെ ചുവന്ന കല്ലരച്ചു തേച്ചാനൊരമർശമർക്കടൻ അതിങ്കലിപ്പാമ്പടിറിവാൻ മഴക്കുവാൻ മുതിർന്നുവല്ലോ മുഴിപ്പാപ്പി പോലെ നീ പരസ്യമാക്കുന്ന പിശാചധർമ്മമേ പരന്നഹിക്കുന്ന സഹിഷ്ണുമീയഹോ പരന്റെ ചോരക്കതിനാവു നീട്ടിനിർ വരം കുതിക്കുന്നു പിശാചിനൊപ്പമേ. മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ മനോഹരമായ കവിതാശകലത്തിലൂടെ ഈ കാര്യങ്ങളെ സവിസ്തരം പ്രതിപാദ്യം നടത്തുന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടതുണ്ടങ്ങനെ മൂർത്തി സമ്പന്നമായ ലോകത്തിന്റെ മുമ്പിൽ നിന്ന് അമൂർത്തമായിരിക്കുന്ന ലോകത്തിന്റെ സ്ഥിതിവിശേഷങ്ങളെ പഠിപ്പിക്കാൻ, സ്വഹാബത്തിന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ പറുദീസ പോലെ അള്ളാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. അങ്ങനെയാണ് മദീന ലോകത്തെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. റമളാനിന്റെ ഭാഗമായിട്ട് മദീന ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടുകയാണ്. മദീനയുടെ പള്ളി ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടുകയാണ്. ആഫ്രിക്കയിലെ ശ്രദ്ധാകേന്ദ്രം, അമേരിക്കയിലെ ശ്രദ്ധാകേന്ദ്രം, എല്ലാ വൻകരകളിലെയും ശ്രദ്ധാകേന്ദ്രം അവിടെ നിന്നാണ് ഈമാനിന്റെ പ്രസരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മദീന ലോകത്തിന്റെ ബിന്ദുവാണ്. ലാ യകീദു അഹ്ലൽ മദീനതി അഹദുൻ ഇല്ല മാ കമാ യൻമാഉൽ മിൽഹ ഫിൽ മാ. മദീന നിവാസികളെ ആർക്കും വഞ്ചിക്കാൻ സാധ്യമല്ല. മദീനക്കാരെങ്കിലും വഞ്ചിച്ചു കഴിഞ്ഞാൽ അവന്റെ റിസൾട്ട് വെള്ളത്തിലേക്ക് ഉപ്പിട്ട പോലെ ആയിരിക്കും അവന്റെ അവസ്ഥ. കൂടുതൽ നിലനിൽപ്പുണ്ടാവില്ല, കൂടുതൽ അസ്തിത്വം ഉണ്ടാവില്ല, കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാവില്ല, അവന്റെ എല്ലാ കാര്യങ്ങളും ക്ഷയിച്ചു പോകും എന്ന് ഹദീസാണ്. ബുഖാരി ഇമാം ബാബു ഫവാഇലിൽ മദീന എന്ന് പറയുന്ന ബാബിൽ വളരെ വ്യക്തമായി പറഞ്ഞു. നമ്മളാലോചിക്കേണ്ടതിന്റെ പരിശുദ്ധ റമളാനിന്റെ തിരുമുറ്റത്ത് നമ്മൾ വളരെ പ്രൗഢമായിരിക്കുന്ന ഒരു നെയ്യത്ത് നെഞ്ചേറ്റിയിട്ട് ഇങ്ങനെ വന്നണഞ്ഞിരിക്കുക. ആ റമളാൻ വരുന്നതിന്റെ മുമ്പായിട്ട് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഒന്ന് സജ്ജീകരിക്കുവാനുള്ള ശക്തമായ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു ഓഫറുകൾ പ്രദാനം ചെയ്യുന്ന ചില രാത്രികൾ ഇനി വരാൻ പോവാൻ. ശഅബാൻ റമളാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ പുണ്യ റസൂൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തൊരു മാസം കൂടിയാണ് ശഅബാൻ. പറാത്തിരാവ് കഴിഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ശഅബാൻ 14 രാവ് എന്റെ ഹബീബ് എന്റെ മണിയറയിൽ നിന്ന് എണീറ്റ് പോയി. രാത്രി അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹശയനം നടത്തിക്കൊണ്ടിരുന്ന ശയ്യ പങ്കിട്ടുകൊണ്ടിരുന്ന ഞാൻ മൗനിയായി വീക്ഷണം നടത്തുകയാണ്. എവിടേക്കാണ് എന്റെ പ്രവാചകൻ? ഒരു രാത്രിയും കാണാത്ത കാഴ്ച പോലെ അന്ന് എണീറ്റ് പോയത് എവിടേക്കാണ്? മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ എന്റെ നേതാവ് എന്റെ കടപ്പറയിലേക്ക് തിരിച്ചു വന്നു. ആയിഷ ബീവി പറയുകയാണ്, ഞാൻ ചോദിച്ചുപോയി, അല്ല പ്രിയതമനായ ഭർത്താവേ, ഇന്ന് രാത്രി എവിടേക്കാണ് എന്റെ കടപ്പറ വിട്ടിട്ടങ്ങ് മണിക്കൂറുകൾക്ക് മുമ്പ് കടന്നുപോയത്? എവിടെ നിന്നാണ് അങ്ങ് തിരിച്ചു വരുന്നത്? പരിശുദ്ധ റസൂല് പറയുകയാണ്, ആയിഷ, ഇത് ശഅബാൻ 15 രാവാണ്, അഥവാ ശഅബാൻ 14 രാത്രിയാണ് ഞാൻ കടന്നുപോയത്. നമ്മുടെ റൂമിൽ നിന്ന് മദീനയുടെ പാർശ്വഭാഗത്തുള്ള ജന്നത്തുൽ ബഖീയിലേക്കാണ്. ആയിരക്കണക്കിന് സഹാബിമാര് മറവിട്ട് കിടക്കുന്ന മഖബറകൾ, ആ മഖബറകളെ സിയാറ നടത്താനാണ് ഞാൻ കടന്നുപോയത്. അവരുമായിട്ടുള്ള സഹവാസം പുലർത്താൻ പറ്റിയ രാവാണ് ഈ രാവ്, അതിന് പറ്റിയ മാസമാണ് ഈ മാസം. എന്നിട്ട് മഖബറകളിൽ മരിച്ചു കിടക്കുന്ന അംവാത്തുകളുമായി അവരുടെ അർവാഹങ്ങളുമായിട്ട് നമുക്ക് ബന്ധം പുലർത്താൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ, അവരുടെ പരലോകക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ ധന്യതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇരക്കാൻ പറ്റിയ രാവുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് എന്ന് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആയിഷ ബീവിയുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ചരിത്രത്തിന്റെ ചീളുകളിലൂടെ ബോധ്യപ്പെടുന്ന സന്ദർഭം പോലെ ഇത് വ്യക്തമാക്കാൻ സാന്ദർഭികമായി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഖബറാളികളുടെ അടുക്കലൂടെ നമ്മൾ കടന്നു പോകുന്നു. അവര് നമ്മളെ കാണുന്നു, നമ്മളവരെ കാണൂല. അവര് നമ്മളെ കേൾക്കുന്നു, നമ്മളവരെ കേൾക്കൂല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മഖബറകളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഇന്ന് വളരെ പ്രൗഢമായ രീതിയിൽ പുരസ്കരിക്കേണ്ട കാലമാണ്. മുഖ്യധാരാ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്ന
യുവജനങ്ങൾക്കിടയിൽ പോലും ആശങ്കകൾ വന്നു. അല്ലേ? ഇപ്പൊ പഴയ കാലത്തെ മാതിരി ഖത്തപ്പരല്ലല്ലോ. നമ്മളൊക്കെ നാട്ടിൽ ഒരു കാലത്ത് മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ഖത്തപ്പര ഉണ്ടായിരുന്നു. ഖത്തം തീർക്കാൻ വേണ്ടി ഒരു വീട് തന്നെ സൃഷ്ടിച്ചു ഓലപ്പുര. അപ്പൊ ഖത്തപ്പുര എടുത്തുപോയി. എന്തേ? സുന്നി വിശ്വാസത്തിന്റെ പ്രാബല്യം അല്ലെങ്കിൽ അതിന്റെ പ്രബലമായിരിക്കുന്ന വിശ്വാസത്തിന്റെ രൂഢമൂലമായ ആ അന്തരീക്ഷങ്ങൾക്ക് എന്തോ ഒരു മങ്ങലേറ്റിരിക്കുന്നു. ആരാണ് ഇതിന്റെ കടക്കൽ കത്തിവെച്ചത്? ആരാണ് ഈ വിശ്വാസത്തിന്റെ ആധാരശിലകളെ ഇളക്കിയത് എന്നൊക്കെ നമ്മൾ ജാറത്തിങ്കല് ഉറൂസിന്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട വലിയ ഗൗരവമായ വിഷയമാണ്. നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇന്ന് ഈമാനിന്റെ വോൾട്ടേജിന് എന്തോ ഒരു ഡിമിങ് വന്നിരിക്കുന്നു. അത് എവിടോ ഫെയിഡായിട്ടുണ്ട്. അതിന്റെ ആ ലൈറ്റ്നെസ്, അതിന്റെ ഷൈനിങ്, അതിന്റെ സ്ട്രോങ് ആയിരുന്ന ഒരു പവർ ഉണ്ടായിരുന്നു. അതിപ്പോ ഫെയിഡായി മങ്ങലേറ്റ് വരിക. ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈമാൻ ഒറ്റടിക്ക് പോലല്ല. ഈമാൻ മെല്ലെ മെല്ലെ കടം കൊണ്ടുപോകലാണ്. പണ്ട് ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ വന്ന് ഈ വേലവും വ്യഞ്ജനവും തൈലവും കുരുമുളകും നമ്മുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയപ്പോ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കാക്ക പറഞ്ഞു, കൊണ്ടുപോട്ടെ, അവൻ കൊണ്ടുപോട്ടെ, നമ്മുടെ ഞാറ്റുവേലവും കൊണ്ടുപോകില്ലല്ലോ. ഇപ്പോ വെസ്റ്റേൺ കൾച്ചറാണ് മലയാളിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ആ വെസ്റ്റേൺ കൾച്ചർ കാണലും തൊണ്ട തൊടാതെ വിഴുങ്ങലും നമ്മളാണ്. ഏത് മേഖല നോക്കുകയാണെങ്കിലും ഇപ്പൊ ഡ്രസ്സിംഗ് വെസ്റ്റേൺ കൾച്ചറിന്റെ തനി പകർപ്പാണ്. അത് മുസ്ലിം യുവാവാണെങ്കിലും ശരി, മുസ്ലിം യുവതിയാണെങ്കിലും ശരി, നമ്മുടെ ശരിക്ക് ആക്ച്വലി നമ്മുടെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മനഃശാസ്ത്രം പോയി. മുസ്ലിമിന്റെ പുതിയ ലോകത്ത് മുസ്ലിമിന്റെ മനഃശാസ്ത്രം പോയി. അതിന് പറ്റിയ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഇന്ന് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ന്യൂ ഇറയിൽ ജീവിക്കുന്ന ടീനേജിലൊക്കെയുള്ള കൗമാരക്കാരൊക്കെ ആയിരിക്കുന്ന കുട്ടികൾക്ക് അതിന് പറ്റിയ അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. ദർസ് സംവിധാനം എടുത്തുപോയി. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പരാതിയാണ്. ഈ ദർസ് സംവിധാനം എടുത്തുപോയി എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ദർസിലേക്ക് പോകാൻ കുട്ടികൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ അതിനോടനുബന്ധമായിട്ട് വായന നടത്തേണ്ടതുണ്ട്. ആ കുട്ടികളെ പഴിചാരുന്നതിന് പകരം ദർസ് സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ പഴിചാരുന്നതിന് പകരം നമ്മളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് ഇന്നത്തെ ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ആദ്യം പഠനം നടത്തേണ്ടത്. വളരെ പോയി പാലികൾ ഒരു കുട്ടിക്ക് നേരായ രീതിയിൽ നിന്ന് നടക്കാൻ ക്രൂഷ്യലായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഴിയൂല. കാരണം അത് വളരുന്ന ഒരു സാഹചര്യം വീട്ടിലില്ല. പണ്ട് മദ്രസയിൽ പോയിട്ട് കുട്ടി പഠിക്കുന്ന അതേ ആശയം വീട്ടിൽ കാണാൻ കുട്ടിക്ക് കൺഫ്യൂഷല്ല. ഓത്താവസ്ഥയും അല്ലെ രണ്ടും വളരെ വളരെ സിമിലാരിറ്റിയോടുകൂടെ മുന്നോട്ട് പോകുന്നത്. മദ്രസയിൽ പഠിച്ചതും ഉസ്താദ് പറഞ്ഞതും വീട്ടിൽ കണ്ടതും ഉമ്മ പറഞ്ഞതും ഇത്താത്താന്റെയിലും ജട്ടാനുജന്മാരിലും കണ്ടതും ഒക്കെ ഒരേ കൾച്ചർ. അതേ ആദർശം അതിന്റെ ആണിക്കല്ല് ഇളക്കാതെ ഇന്നും മദ്രസ സംവിധാനത്തിലൂടെ പഠിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനോട് ഘടകവിരുദ്ധമായിട്ടുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം വീട്ടിൽ കാണാൻ. അത് ഞാൻ പറയുന്നത് സംസ്കാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഭാഷയുടെ വിഷയത്തിലാണെങ്കിലും വേഷഭൂഷാദികളുടെ വിഷയത്തിലാണെങ്കിലും ഒക്കെ. ഇതിന്റെ മൂലകാരണം നമ്മുടെ പുതിയ ചാനൽ സംസ്കാരം. ഇപ്പൊ പഴയ കാലത്ത് ചാനൽ എന്ന് പറഞ്ഞാൽ പഴയ സിനിമകൾ കാണുക എന്ന് പറയുന്ന ഒരു കൾച്ചറായിരുന്നു എല്ലാ കുടുംബങ്ങളിലും. ഒരു മതം എന്ന് വേണ്ട, എല്ലാ മതക്കാരിലും ഉണ്ടായിരുന്ന ഒരു കൾച്ചർ. ഇന്ന് സിനിമാ സംസ്കാരം എന്നതിനപ്പുറം അതിനേക്കാൾ വൾഗറായിരിക്കുന്ന ചാനൽ പ്രോഗ്രാമുകളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിഭാഗമായി മലയാളി മാറി. ഒരു സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞു, പുതിയ ചാനൽ സംസ്കാരങ്ങൾ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ എവിടെത്തും? വെസ്റ്റേൺ കൾച്ചർ അറച്ചു പോകുന്ന അഥവാ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ, അവർ ജീവിതത്തിൽ സ്വപ്നേപി നിലക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ചാനലുകളിലൂടെ ഇന്ന് ചൂടപ്പം പോലെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ മഴവിൽ മനോരമയാണെങ്കിലും ശരി, ഏത് ചാനലുകളാണെങ്കിലും ശരി, അവർ മത്സരിച്ച് മുന്നോട്ട് വരും. അപ്പൊ പരസ്യപ്പലകളിൽ പെണ്ണുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ പെണ്ണിന്റെ നാലയലത്ത് പോലും എത്താത്ത, അവളുമായി പുലബന്ധം പോലും ഇല്ലാത്ത ചില വിപണന സംസ്കാരങ്ങളിൽ പോലും പെണ്ണിന്റെ മാദക ശരീരത്തിന്റെ മേനിയഴകിനെ പ്രദർശിപ്പിക്കുന്ന രംഗാവിഷ്കാരങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നിത്യേന കാണാറുണ്ടല്ലോ. എന്തിനാണിത്? കണ്ണെഞ്ചിപ്പിക്കുക അല്ലെങ്കിൽ കണ്ണ് മഞ്ഞളിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അതിലേക്ക് മനുഷ്യനെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം ആ കമ്പനിക്ക് അതിന്റെ മറ്റ് പ്രമോഷനിലേക്ക് കടന്നു പോകാൻ. അപ്പൊ ലക്ഷ്യം ഒന്ന്, മാർഗം ഒന്ന്. ഏത് മാർഗങ്ങളിലൂടെയും നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കരണം നടത്തുക എന്ന പിന്നെ ഈ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഏർപ്പാടെന്തിനാ?
ലക്ഷ്യം മാർഗം വേണ്ട, ലക്ഷ്യം ഒന്നാണെങ്കിൽ എന്തിനായി ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഏർപ്പാട് നമ്മളൊക്കെ ആലോചിക്കണം അല്ലേ? നെഞ്ഞത്ത് കൈ വെച്ചിട്ട് നമ്മളൊക്കെ ആദ്യം സ്വയം ചിന്തിക്കേണ്ട ഗൗരവതരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. മാഫിയ സംഘങ്ങളിൽ നമ്മുടെ പോപ്പുലേഷൻ കൂടിയില്ലേ? ഗുണ്ടായുദ്ധത്തിൽ നമ്മുടെ പോപ്പുലേഷൻ കൂടി. ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഏർപ്പാടായിട്ട് ഈ ഏർപ്പാടൊക്കെ മാറാൻ മുസ്ലിം ചെറുപ്പക്കാരന്റെ കയ്യിലിരിപ്പോടുകൂടെയാണ് ഇതൊക്കെ പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ടും 90% ഒതുക്കി തീർത്ത് പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ സോൾവാക്കുന്ന കേസുകളാണ്. അതുകൂടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മലപ്പുറത്തിന്റെ അവസ്ഥ. അപ്പൊ ഇത് ഈ 2-3 കൊല്ലങ്ങൾക്കിടയിലാണ് ഏറ്റവും വളരെ രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായത്. ഇത് ചേസ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കടന്നു വന്നാൽ അവർ പൊട്ടന്മാർ. അപ്പം ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ തലയെടുപ്പുള്ള കാരണവന്മാര് ഇപ്പൊ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാക്കി, നല്ല ബുദ്ധി നമ്മൾ ഇറങ്ങാതിരിക്കലാണെന്ന് മനസ്സിലാക്കി അവർ കൂടി പുറകോട്ടടിച്ചതുകൂടെ ഈ വിഭാഗത്തിന് ഇപ്പൊ നല്ല ഖുഷിയാണ്. കാരണം ഒരു ബ്ലോക്കും ഒരു ഒബ്സ്റ്റക്കിളും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് വളരെ ഉഷാറായി ഫോർവേഡ് ചെയ്യാന്നുള്ള ഒരു ധൈര്യം നമ്മളെ ചെറുപ്പക്കാർക്ക് കിട്ടി. ഇതാണെങ്കിലോ ഇതൊരു ചൈനാണ്. കഴിഞ്ഞ കൊല്ലം ചെങ്കുവട്ടിയിൽ നിന്ന് പോക്കറ്റടിക്കാരായ 2 ചെറുപ്പക്കാരെ ശരിക്ക് തൊണ്ടി സൈതാണ്ട് പിടിച്ചു. കോട്ടക്കൽ സ്റ്റേഷനിലാണ് കൊണ്ടുപോയി. പോലീസുകാരെ മുമ്പിൽ പോലീസുകാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചോദിക്കുകയാണ് ഇവരുടെ നാട്. ഒരുത്തന്റെ നാട് ബേപ്പൂരാണ്, മറ്റൊന്റെ നാട് തിരൂരാണ്. ബേപ്പൂര് തിരൂര് 2 വ്യത്യസ്ത നാട്ടിലുള്ള 2 മുസ്ലിം ചെറുപ്പക്കാര് ചെങ്കുവട്ടി ബസ് സ്റ്റാൻഡില് 24 hours പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കുവട്ടി. ചെങ്കുവട്ടിയിലെ ബസ് സ്റ്റോപ്പില് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് ബസ്സിലാണ് ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും പോക്കറ്റ് അടിക്കുന്നത്. നല്ല റഷുള്ള ടൈമാണ്. ഇവരെ സ്റ്റേഷനിൽ കൊടുന്നാണ്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന എന്താ, കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരേ സെല്ലിലായിരുന്നു. ഇവരെ കേസ് പറയാൻ ഒരേ സെല്ലിലാണ്. പിന്നെ അവിടെ താനൂര് തിരൂര് അല്ലെങ്കിൽ കൂട്ടായി ബേപ്പൂര് എന്നുള്ള പിന്നെ ഇതില്ല, നാടിന്റെ വ്യത്യാസമില്ല. ഞങ്ങൾ അന്ന് പ്ലാൻ ചെയ്തതാണ് ചെങ്കോട്ടിയിലെ പോക്കറ്റടിയിൽ. അവസാനം ചുരുളടിഞ്ഞ് കടന്നു വരും. അപ്പോൾ സാധ്യത പഠിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിലെ മോഷണത്തിന്റെ, കുറ്റകൃത്യത്തിന്റെ, ഗുണ്ടായുസത്തിന്റെ, കൊട്ടേഷന്റെ, കള്ളുകുടിയുടെ, ലൈംഗിക അരാജകത്വത്തിന്റെ സാധ്യതകൾ പഠിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ജയിലറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണിഷ്മെന്റ്, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനനുസരിച്ചിട്ടുള്ള ശിക്ഷാമുറകളിൽ പോലും നമ്മുടെ രാജ്യം മലമ്പാവം പുലർത്തുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു. ഡൽഹിയിലെ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂലങ്കഷമായ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നു. അവസാനം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലെ ജഡ്ജിമാർക്ക് അന്യമതസ്ഥരായ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന ബുദ്ധിജീവികളും ചിന്താവിചക്ഷണരൊപ്പമായിരിക്കുന്ന ജഡ്ജിമാർക്ക് പറയേണ്ടി വന്നു, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പണിഷ്മെന്റ് കൊടുക്കണം. കിതാബിൽ കാണാൻ നമുക്ക് റജ്ം, അവിഹിതമായി ബന്ധത്തിൽ